ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? പെട്ടിയൊക്കെ കണ്ടിട്ട് ഇതെന്താ പാക്കിംഗ് ആണോ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കണ്ട. പാക്കിംഗ് അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് ഒരാഴ്ച നാട്ടിലേക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, മക്കളും കൈലാസിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പം അവർക്കായിട്ട് ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്ന് നോക്കാം. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഒരു 4-5 ദിവസത്തേക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ അത്യാവശ്യം കൈലാസിൻ്റെ മക്കളൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഇല്ല. പക്ഷേ ഈ പ്രിപ്പറേഷൻസ് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പണികൾ തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് പറയൂ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഒരുക്കങ്ങൾ എന്ന് നോക്കാം. ഞാൻ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇത് ദാൽ മഖനിക്കുള്ള ദാലും രാജ്മയൊക്കെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ട് ആദ്യം വേവിച്ചെടുക്കട്ടെ. ഇതൊരു 2 ദിവസത്തേക്കുള്ള ദാൽ മഖനി ഉണ്ടാവും. ഇവർക്ക് യൂസ് ചെയ്യാൻ 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. പിന്നെ അതാ നമ്മളുടെ ദോശമാവിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ദോശയുടെയൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിൽ കുറച്ച് ദോശപ്പൊടി, ഇഡ്ലിപ്പൊടി എന്നൊക്കെ പറയും. കുറച്ച് ദാലൊക്കെ മിക്സ് ചെയ്ത് നല്ല സ്പൈസി ആയിട്ട് ഉള്ള പൊടിയാണ് ഇഡ്ലിപ്പൊടി എന്ന് പറയുന്നത്. അത് ഞാൻ ഉണ്ടാക്കി സാധാരണ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമുക്ക് പൊടി ഇഡ്ലിയോ ദോശയുടെ കൂടെ വെറുതെ പൊടിയിലെ എണ്ണ ചാലിച്ചൊക്കെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ ദോശ എടുത്തിട്ട് ദോശയുടെ കൂടെ ഇത് കൂട്ടി വേഗം കഴിക്കാം. സ്കൂളിലേക്ക് പോകുമ്പോഴും എളുപ്പമാണ് കുട്ടികൾക്ക്. അങ്ങനെ ഇതൊരു സംഭവം. പിന്നെ കുറച്ച് മല്ലിയിലയാണ് മല്ലിയിലയൊക്കെ ഇതെല്ലാം ഞാൻ എപ്പോഴാണെങ്കിലും ഇത് പുറത്ത് പോകുന്ന സമയത്ത് മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരു 2-3 കെട്ട് മല്ലിയിലയൊക്കെ വാങ്ങി അത് ക്ലീൻ ചെയ്ത് ബോക്സിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. ദോശപ്പൊടിയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് സേവിങ് ആയിരിക്കാം. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നേരാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞങ്ങൾക്ക് സാൻഡ്വിച്ചസ് ഒക്കെയാണ് സ്കൂളിലേക്ക് കൊടുത്തേക്കാറ്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ തുടങ്ങും. കുട്ടികൾ 5:40 ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പം നമുക്ക് 5:40 മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്കണം, കഴിക്കുകയും വേണം. അപ്പോൾ ഇതാ മല്ലിയിലയൊക്കെ ബോക്സിലാക്കി ഇങ്ങനെ കറക്റ്റായി എയർ ടൈറ്റ് ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ഈ മല്ലിയില സുഖമായി ഉപയോഗിക്കാം. പിന്നെ അതാ ഇപ്പോൾ ദോശമാവൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഉപയോഗിക്കാനുള്ള ദോശമാവുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതാ എൻ്റെ ദോശപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 കോമ്പിനേഷനും പെർഫെക്റ്റ് ആയി അവർക്കുള്ളത്. ദോശയും കഴിക്കാം, ഇഡ്ഡലിയും കഴിക്കാം അതിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഡ്ലിപ്പൊടിയെ ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാസങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു തവണ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ 3-4 ആഴ്ചയ്ക്ക് നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആവും. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പൊടി ഇഡ്ഡലിയായിട്ട് സോർട്ട് ചെയ്തിട്ടിടാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് കുട്ടി വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത്രയും ഒക്കെ നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മല്ലിയുടെ ചട്നിയും കൂടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനായിട്ട് മല്ലി ചട്നി എന്ന് പറഞ്ഞാൽ ഇതിൽ തേങ്ങയൊന്നും ഇടില്ല. ഇതൊക്കെ കുറേ ദിവസം തേങ്ങ ഇടാത്തതുകൊണ്ട് ഇരിക്കും. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് ഇടാം, പിന്നെ ഒരു പീസ് വെളുത്തുള്ളി ഇടാം നമുക്ക്. ഇത് നമ്മുടെ ചാറ്റിൻ്റെ കൂടെ കഴിക്കാം. അതല്ലാതെ ഈ ചട്നിയുടെ കൂടെ സാൻഡ്വിച്ചിൽ ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് തേച്ച് ചീസോ ബട്ടറോ തേച്ച് ഒരു സൈഡ് സ്ലൈസിലും ഒരു സൈഡിൽ ഈ ചട്നിയും തേക്കാം. അപ്പോൾ ഇതാ മല്ലിയുടെ ഇല നല്ലോണം ഒരു കെട്ട് നല്ലോണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് നിറയെ അരയ്ക്കാൻ പാകത്തിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തി, ഒരുപാട് വെള്ളത്തോടു കൂടിയല്ല അരയ്ക്കുന്നത്. ഇത് അരയാനുള്ള വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനെയും ഒരു എയർ ടൈറ്റ് ബോക്സിൽ നമുക്ക് ആക്കി വെക്കാം. ഇത് കണ്ടോ, ഈ ബോക്സിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് 1 വീക്കൊക്കെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. സാൻഡ്വിച്ചിൻ്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. അതല്ലാതെ നമ്മുടെ ദോശയുടെ കൂടെയുള്ള ചട്നി ആയിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മല്ലി ചട്നി ആയിട്ട് ഇത് ഉപയോഗിക്കാം. ആ ടൈപ്പുള്ള മല്ലി ചട്നി പറയാം. ഇപ്പോൾ ഈ മല്ലിയുടെ കൂടെ കുറച്ച് വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ബ്ലാക്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചട്നി, ഇത് ചാറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ചട്നിയാണ്. ഇതല്ലാതെ ഒരു സിമ്പിൾ ചട്നിയുടെ റെസിപ്പി കൂടി ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചട്നി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. ഈ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം.
ഈ തൈരിനെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് ഉടയ്ക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഈ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ചട്നി, അതിനെ ഇതിലേക്ക് നമുക്ക് കുറച്ചായി ഒഴിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ, ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക. ഒരു 4-5 ടീസ്പൂൺ മാത്രം തന്നെ ഉപയോഗിച്ചാൽ മതിയോ. നല്ല എരിവിലാണ് ആ ഗ്രീൻ ചട്നി ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ എരിവിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇത് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. നമ്മൾ പലപ്പോഴും ഹോട്ടലുകളിൽ പോകുമ്പോൾ കിട്ടുന്ന നല്ല ചാറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ ചില കടകളിൽ കിട്ടുന്ന സൂപ്പർ ഒരു ചട്നി ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിലും ഇതിപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ ദോശയുടെ കൂടെ ഉപയോഗിക്കാമെന്ന് വെച്ചു. ഇത് ഈ ഗ്രീൻ ചട്നിയുടെ ബോക്സിലുള്ളത് നമുക്കൊരു 1 വീക്കിന് അതുപോലെ തന്നെ ഉപയോഗിക്കാം, കേടൊന്നും വരില്ല ഷുവറായിട്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇതാണ് നോർമൽ, ഇത് ദോശയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി. പിന്നെ ഞാനിത് അവിടെ നിന്ന് ഒരു ബിരിയാണിയും കൂടി ഉണ്ടാക്കാൻ വെച്ച് കുറച്ച് റൈസ് കുറച്ച് കൂടുതൽ വേവിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയും ഉണ്ടാക്കാം. ഇതിൽ നിന്ന് കുറച്ച് ആ റൈസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ റൈസായിട്ട് ദാൽ മഖനിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് ദാൽ മഖനിയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ. അതിനുള്ള ടൊമാറ്റോ വെന്തുകൊണ്ടിരിക്കുകയാണ്. ടൊമാറ്റോൻ്റെ പ്യൂരി ആ സമയം കൊണ്ട് ബിരിയാണിയിലേക്കുള്ള ഗ്രേവിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതും 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇന്നത്തെ ലഞ്ചും പിറ്റേ ദിവസത്തെ ലഞ്ചും ഈ ബിരിയാണി കൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പണികൾ തീരുകയും ചെയ്യും കേട്ടോ. 2 ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഒന്നിച്ച് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് വർക്ക് ലോഡ് കുറച്ച് കുറയും. അപ്പോൾ ബാക്കി റൈസ് അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസും ദാൽ മഖനിയും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഈവനിങ് കഴിക്കാം. അല്ല, ദാൽ മഖനിയുടെ കൂടെ ചപ്പാത്തി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അങ്ങനെ റൈസ് ഉണ്ട്. പിന്നെ ദാൽ മഖനി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എനിക്കൊരു 2 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കുള്ള ദാൽ മഖനിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫുഡ് പ്രിപ്പറേഷൻ ഇത്രയാണ് ഞാൻ ചെയ്ത് വെച്ചത്. ഒരു 3-4 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാവും. ഇനി ഞാൻ വാങ്ങിയ കുറച്ച് ഫ്രോസൺ ഐറ്റംസും അതല്ലാത്ത ഐറ്റംസാണ് വീട്ടിൽ കരുതാനായിട്ട്. ഇത് പ്ലെയിൻ പൊറോട്ടയാണ്. ഈ പൊറോട്ട നമ്മൾ ജസ്റ്റ് ഫ്രോസൺ പൊറോട്ടയാണ്. ഇതിനെ എടുത്തിട്ട് ഒന്ന് ദോശക്കല്ലിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു പൊറോട്ട കിട്ടും. അത് വേണമെങ്കിൽ ന്യൂട്ടല്ലയുടെ കൂടെ, തൈരിൻ്റെ കൂടെ, അതല്ലാതെ വെറുതെ ചീസ് തേച്ചിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് വിശന്നാൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഹാഷ് ബ്രൗൺസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഇതും ഫ്രോസൺ തന്നെയാണ്. ഇതിനെ നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെഡിനുള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാം. അപ്പോൾ കുറച്ച് ഹെവി ആയിരിക്കും, ബർഗർ പോലെ തന്നെ നന്നായിരിക്കുകയും ചെയ്യും. അതിനാണ് ഈ ഹാഷ് ബ്രൗൺസ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവർക്ക് 2 ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ബ്രേക്കിന് കൊടുക്കാനായിട്ട് കുറച്ച് ബെൽവിറ്റയുടെ ബിസ്ക്കറ്റ്സ്, കുറച്ച് ബെൽവിറ്റ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഇവിടെ കുട്ടികൾ ഉപയോഗിക്കാറ്. ഇത് 7 ഡേ ക്രോയ്സൺ ആണ്. ഈ ക്രോയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു 4 മണിക്ക് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, വിശന്ന് കഴിഞ്ഞാൽ അവർക്ക് എടുത്ത് കഴിക്കാം. അതല്ലെങ്കിൽ സ്കൂളിലേക്ക് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇവർ പെട്ടെന്ന് റെഡി ആയില്ല എങ്കിൽ ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും ഇതിട്ട് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ക്രോയ്സൺ വാങ്ങിയത്. ഇവിടെ കൈലാസേട്ടൻ കുക്കിയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് രാവിലെ ഒരു 6:30 പോയി കഴിഞ്ഞാൽ അവർ വരുമ്പോഴേക്കും ഒരു 6:30 ആവും. അപ്പോൾ അതുവരെയുള്ള ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അധികം ഫുഡ് പുറത്തുനിന്നുള്ളത് കഴിക്കുകയും വേണ്ടല്ലോ. പിന്നെ 5:40 ആകുമ്പോഴേക്കും ബസ് വരും കുട്ടികൾക്ക്. അപ്പോൾ ആ സമയത്തേക്ക് ടൈമിൽ പെട്ടെന്ന് ഫുഡ് റെഡി ആയില്ലെങ്കിലുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ കുറച്ച് കെലോഗ്സിൻ്റെ കോൺഫ്ലേക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസും പാക്ഡ് ഫുഡ് ഐറ്റംസും ഒന്നും ഫ്രോസണും ഒന്നും അധികം പ്രിഫർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നതും ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു വീക്കിന് വേണ്ടി കരുതി വെച്ചത്. കെലോഗ്സൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം മാത്രമല്ല, ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇതല്ലാതെ തന്നെ നമ്മളുള്ള സമയത്തും വീക്കെൻഡിലൊക്കെ കഴിക്കാം. പിന്നെ നമ്മുടെ ന്യൂട്രല്ലയും ഉണ്ട്. ന്യൂട്രല്ല ബ്രെഡിൽ വെറുതെ തേച്ചിട്ട് കഴിക്കാനുള്ള പാകത്തിലാണ്. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു 4-8 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ന്യൂട്രല്ല സ്പ്രെഡ് ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി വാങ്ങിയത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഇതിലിപ്പോൾ ഈ ഹാഷ് ബ്രൗൺസ് വരെ നമുക്ക് വേണമെങ്കിൽ ബർഗർ പാറ്റീസ് വേണമെങ്കിൽ വെക്കാം, പൊട്ടറ്റോ വെഡ്ജസോ അതല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ ഒക്കെ വെക്കാം. പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലും ഫാസ്റ്റായിട്ട് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാം. അത്യാവശ്യം വന്നാൽ പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു 4 ദിവസത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻസ്. ഇതിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, വീട്ടിലെ ജോലിക്കാരാണെങ്കിലും ചെയ്യാം. അപ്പോൾ ദോശയ്ക്ക് ഒരു 2-3 ദിവസത്തേക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലേക്കുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. അതേമാതിരി ഈ ചട്നികൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ ഈ ദോശപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുഴിപ്പനിയാരത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും വെറുതെ വൈകുന്നേരം ആകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. പിന്നെ ഈ ബിരിയാണി ആണെങ്കിലും 2 ദിവസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് 2 ദിവസത്തേക്കുള്ളത് മാറി മാറി കഴിക്കാം. ഒരു ദിവസം ഗ്യാപ്പിട്ട് വേണമെങ്കിൽ കഴിക്കാം. ആവശ്യത്തിലുള്ളത് മാത്രം എടുത്ത് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ദാൽ മഖനി ആണെങ്കിലും ആവശ്യമുള്ളത് മാത്രം ചൂടാക്കാം. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഫുഡ് ഇരിക്കും.
ഞാൻ എപ്പോഴും ഫ്രഷ് ഫുഡ് പ്രിഫർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കാം. അതേമാതിരി ജോലി തിരക്കുള്ള ആൾക്കാർക്ക് ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയുള്ള ഫുഡ് എന്നാൽ നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഫ്രോസൺ സാധനങ്ങളൊക്കെ എന്നും ഉപയോഗിക്കേണ്ട, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചേഞ്ചിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി ജോലി ഭാരം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.